ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിൽ കടന്നുവരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലിയിൽ കടന്നുവരുവാൻ ദൈവം തന്ന നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവസരമൊരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരു വൈകിയ സമയം കൂടെ നമുക്ക് ദാനമായി ദൈവം തരുമ്പോൾ കഴിഞ്ഞൊരു പകൽക്കാലം മുഴുവനും ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ. അനവധി രോഗങ്ങൾ, ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്നു. അതിൽ നിന്നൊക്കെയും വിടുവിച്ച് ഈ വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നല്ലവനായി നമ്മോട് കൂടെ ഇരിക്കുന്നവനാണല്ലോ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി സ്തുതിക്കുന്ന ഈ വൈകിയ സമയത്ത് കർത്തൃപാദപീഠത്തിൽ കടന്നിരുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പേജിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരണം കർത്താവെ. കർത്തദാസി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യവും ബലവും നൽകി ഈ ദിവസങ്ങൾ പിന്നെയും അങ്ങയുടെ നാമമഹത്വത്തിന് കാരണമായി തീരുവാൻ നിന്റെ മകളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ വിടുതലുകൾ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം, സംസാരിക്കണം, വചനം സംസാരിപ്പാൻ കൃപചിമാറാകണം. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ, വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകണം. സമാധാനം, സന്തോഷത്താൽ അവർ നിറയപ്പെടണം. ഹല്ലേലൂയ. കർത്താവെ, അവരുടെ മേൽ വലിയ അനുഗ്രഹങ്ങളാൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തിക്കായി ഏഴെയും ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ മുഴുവൻ മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥന ഇടികാലം സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നമുക്കൊരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ ദൈവപാദപീഠത്തിൽ കടന്നുവരുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ ദൈവത്തിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ലോകത്തിലേക്ക് നാം കണ്ണോടിച്ച് നോക്കുമ്പോൾ എന്തെല്ലാമാണ് ഓരോ ദിവസവും നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനവധി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, എവിടെ നോക്കിയാലും സമാധാനമില്ല, സന്തോഷമില്ല. ഇപ്രകാരമുള്ള ഹല്ലേലൂയ പ്രതിസന്ധികൾ ഒക്കെയും കടന്നു പോകുമ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ഒന്ന് നാം തിരിച്ചറിയണം, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അതിനായിട്ട് ഹല്ലേലൂയ നാം ഹല്ലേലൂയ ദൈവപാദപീഠത്തിലായിരിക്കണം. ദൈവവചനപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവഹിതപ്രകാരം ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവഹിതത്തിനായി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ തുടങ്ങാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പമായ തിരുവെഴുത്തുകളിൽ ബൈബിളിൽ അനവധി പേർ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ പ്രാർത്ഥനയ്ക്കൊക്കെയും വിടുതൽ തന്നു. ഇന്ന് നാമും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ വിടുതൽ ലഭിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഹല്ലേലൂയ കാരണവും ഉണ്ട്. അതുകൊണ്ട് നാം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, വ്യവസ്ഥയ്ക്കനുസരിച്ച് വചനപ്രകാരം നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ തരും. ഇവിടെ ദാനിയേലിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഹല്ലേലൂയ. ഈ ഭാഗം
ഹല്ലേലൂയ ദാനിയേൽ ഒരു വിശ്വസ്ത പുരുഷനായി ഹല്ലേലൂയ ആ രാജകൊട്ടാരത്തിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദാനിയേലിൻ്റെ മേൽ കുറ്റം ചുമത്തുവാനായിട്ട് ഹല്ലേലൂയ ദാനിയേലിൻ്റെ കൂടെ നിൽക്കുന്ന പലരും ശ്രമിച്ചു എങ്കിലും ഹല്ലേലൂയ ദാനിയേലിനെ ഒരു വാക്കിലോ ഒരു പ്രവൃത്തിയിലോ ഒന്നിലും ദാനിയേലിൽ ഒരു കുറ്റം കാണാതെ വന്നപ്പോൾ അടുത്തതായിട്ട് ഹല്ലേലൂയ ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ് അവർ നോക്കുവാനിടയായി തീർന്നത്. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. അല്ലെങ്കിൽ ദാനിയേൽ ഒരു വ്യത്യസ്ത അനുഭവത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനാൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലാത്തതിനാൽ ആ പ്രാർത്ഥനയെ ഒരു കുറ്റമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ രാജസന്നിധാനത്തിൽ ചെന്ന് രാജാവിനോട് ഈ കാര്യം ബോധിപ്പിക്കുകയും രാജാവ് ഒരു ഹല്ലേലൂയ രേഖ തയ്യാറാക്കുകയും ചെയ്തു. രാജാവിനെ അല്ലാതെ ആ ദേശത്ത് വേറൊരു വ്യക്തിയോട് പ്രാർത്ഥിക്കരുത് എന്ന ഒരു രേഖ അവിടെ തയ്യാറാക്കുവാനിടയായി തീർന്നു. അതാണ് ഇവിടെ നാം വായിച്ചത്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപ് ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കരുത് എന്ന് ഒരു രേഖ വിരോധമായി എഴുതിയപ്പോഴും ദാനിയേൽ ഹല്ലേലൂയ പ്രവാസത്തിലേക്ക് കടന്നു വന്ന വ്യക്തി, അന്യ രാജ്യത്ത് സേവനം ചെയ്യുന്ന വ്യക്തി, ഇങ്ങനെ പല തരത്തിലായിരിക്കുമ്പോൾ പോലും വിരോധമായി രേഖ എഴുതി എന്ന് കണ്ടിട്ടും ദാനിയേൽ ദിവസവും ചെയ്തു വരുന്നത് പോലെ താൻ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അല്ലല്ലോ പലപ്പോഴും അല്ലല്ലോ വിരോധമായി രേഖകൾ എഴുതി വരുമ്പോൾ നാം നമ്മുടെ പ്രാർത്ഥന നിർത്താറുണ്ട്. ഹല്ലേലൂയ പ്രാർത്ഥിക്കരുത്, അല്ലെങ്കിൽ ആരാധിക്കരുത്, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നാം മനുഷ്യരെ പേടിച്ചുകൊണ്ട് ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ പ്രാർത്ഥന നിർത്താറുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദാനിയേൽ പതിവ് പോലെ ഹല്ലേലൂയ എപ്രകാരം എന്നും ചെയ്തു വരുന്നു അപ്രകാരം ദിവസം 3 പ്രാവശ്യം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദാനിയേൽ മുട്ടുകുത്തിയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ ഹല്ലേലൂയ വിരോധികൾ ഇത് കാണുവാനിടയായപ്പോൾ രാജാവിനെ വിവരം ധരിപ്പിക്കുകയും രാജാവ് ഹല്ലേലൂയ നിയമിച്ചതായ ആ സിംഹക്കുഴിയിലേക്ക് ദാനിയേൽ പോകുവാനിടയായി തീരുകയും ചെയ്തു. അല്ലെങ്കിൽ ദാനിയേലിന് രാജാവിന് മനസ്സോടെ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇടുമ്പോൾ ഹല്ലേലൂയ ദാനിയേലിന് ഒരു കാര്യം അറിയാം, ഞാൻ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്, ജീവനുള്ള ദൈവത്തോട്, പ്രവർത്തിക്കുന്ന ദൈവത്തോട്, പ്രവൃത്തിയിൽ ശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചത് കൊണ്ട് എന്നെ വിടുവിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. എത്ര വിരോധമായ രേഖ എഴുതിയാൽ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. സകലത്തെയും സൃഷ്ടിച്ചവനാണ്. ഹല്ലേലൂയ അവൻ അസാധ്യമായതൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ദാനിയേൽ പതിവ് പോലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. ഹല്ലേലൂയ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് പോയപ്പോൾ ഹല്ലേലൂയ ദാനിയേലിന് മുൻപിട്ട സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഹല്ലേലൂയ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായെ അടച്ചുകൊണ്ട് ഹല്ലേലൂയ ദാനിയേൽ ആ സിംഹത്തിൻ്റെ ഗുഹയിൽ സ്വസ്ഥമായിട്ടിരിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ രാജാവിന് ബുദ്ധിമുട്ടുണ്ടായി. രാജാവ് ഹല്ലേലൂയ ഉപവസിക്കുവാൻ തുടങ്ങി. രാജാവ് ഹല്ലേലൂയ ദാനിയേലിന് എന്ത് സംഭവിച്ചു എന്ന് രാത്രി മുഴുവനും അന്വേഷിച്ചു കൊണ്ടിരുന്നിട്ട് അതിരാവിലെ രാജാവ് സിംഹഗുഹയുടെ അകത്തേക്ക് കടന്നു വന്ന് ദാനിയേലിനോട് ഇപ്രകാരം, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദാനിയേലേ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അവിടെ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത്, ഞാൻ ദൈവത്തോടും അങ്ങയോട് കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് സിംഹം എനിക്ക് ദോഷം വരുത്തിയില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, പലതരത്തിൽ ദോഷം വരുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കിക്കൊണ്ട് ആർ ദോഷം ചെയ്യുവാൻ ഇടയാകുന്നു, ദോഷം വരുത്തുന്ന കാര്യങ്ങൾ കടന്നു വരുന്നു, അവിടെ മുട്ടുകുത്തുവാൻ പതിവ് പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ഏത് വിഷയമാണ് വിരോധമായി വന്നിരിക്കുന്നത്, ഏത് രേഖയാണ് വിരോധമായി എഴുതിയിരിക്കുന്നത്, ആ രേഖയെ മാറ്റി എഴുതത്തക്ക നിലയിൽ ആ വിഷയത്തിൻ്റെ അകത്തുകൂടി കടന്നു പോകുമ്പോൾ, സിംഹത്തിൻ്റെ ഗുഹയുടെ അകത്തുകൂടി കടന്നു പോയപ്പോൾ സിംഹം കേടുവരുത്താതെ വണ്ണം സൂക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ഏത് വിഷയമാണ് വിരോധമായി നിൽക്കുന്നത്, പ്രതികൂലമായി നിൽക്കുന്നത്, ആ വിഷയത്തിൻ്റെ അകത്തുകൂടി കടന്നു പോകേണ്ടി വന്നാൽ
അല്ലെങ്കിൽ അവിടെയും പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ശക്തനായ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. സ്തോത്രം. നാം ഈ ദിവസങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരികയില്ല എന്നല്ല. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ, ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണോ, വിഷയങ്ങൾ വന്നേക്കാം. എന്നാൽ വിഷയങ്ങൾ വരുമ്പോൾ പതറിപ്പോകാതെ, പ്രാർത്ഥനയിൽ കുറവ് കാണിക്കാതെ, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെ, പിന്നെയും ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ജീവിതത്തിന് വിരോധമായി വരുന്ന വിഷയത്തിൻ്റെ പേര് പ്രവർത്തിക്കുവാൻ ആ വിഷയത്തിലൂടെ ചിലപ്പോൾ കടന്നു പോയെന്ന് വന്നേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നതായ സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി കടന്നു പോകുന്നപ്പോൾ നാം കാണുകയും നമ്മോടൊപ്പം അനേകർ കാണത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വിഷയങ്ങൾ ജീവിതത്തിൽ നേരെ കടന്നു വരുമ്പോൾ നാം ഭാരപ്പെടാതെ വണ്ണം ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി തീരണം. ഒരു കാരണവശാലും വിഷയങ്ങൾ വിരോധമായി കടന്നു വരുമ്പോൾ പിറുപിറുക്കുവാൻ ഇടയാകരുത്. നമ്മുടെ പ്രാർത്ഥനയെ കുറച്ചു കളയുവാൻ ഇടയാകാതെ എപ്രകാരം നാം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു വന്നുവോ അതുപോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ശദ്രക്, മേശക്, അബേദ്നെഗോ ഈ 3 ബാലന്മാരെ നോക്കുകയാണെങ്കിൽ അവരെ നേർക്ക് കടന്നു വന്നത് അവർ സേവിക്കുന്ന ദൈവത്തിന് വിരോധമായി മറ്റൊരു ദൈവത്തെ നമസ്കരിക്കുവാൻ പറയുമ്പോൾ അവിടെ അവർ അത് ചെയ്യാഞ്ഞതിനാൽ അവരെ തീയിലേക്കാണ് വലിച്ചെറിയപ്പെട്ടത്. തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് തീയിലേക്ക് 4ാമനായി ദൈവപുത്രൻ ഇറങ്ങി വന്നുകൊണ്ട് അവരെ അവിടെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെയെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, എത്ര വിരോധമായി പ്രശ്നങ്ങൾ കടന്നു വന്നാലോ അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അതുകൊണ്ട് നാം പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം, പ്രാർത്ഥനയിൽ ബലപ്പെടണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ഇവിടെ ദാനിയേലിന് വിരോധമായ രേഖ എഴുതിയപ്പോൾ ആ രേഖ തിരുത്തുവാൻ പോയില്ല. ഹല്ലേലൂയ. ആ എഴുതിയ രേഖയിലൂടെ ദാനിയേലിന് കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ദാനിയേലിന്റെ ജീവൻ അപായപ്പെടുന്ന ഒരു വിഷയം ഉണ്ടാകുവാൻ ഇടയാകാതെ ദാനിയേലിനെ സൂക്ഷിച്ച് ദാനിയേലിനെ ആ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ദാനിയേൽ സേവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന ദൈവമെന്ന് തെളിയിച്ചതുപോലെ ഈ ദിവസങ്ങൾ വിരോധങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നാം സേവിക്കുന്ന ദൈവം ആരെന്ന് മറ്റുള്ളവർക്ക് കാണുവാനിടയായി തീരും. സ്തോത്രം. അത് അപ്രകാരമെങ്കിൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ നാം ശക്തിപ്പെടണം. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദാനിയേലിന്റെ ജീവനെ അപായപ്പെടുത്തുന്ന സിംഹഗുഹയിൽ നിന്ന് ദാനിയേൽ പുറത്തു വരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം, ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വന്നേക്കാം, ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വന്നേക്കാം, പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ പതറിപ്പോകുവാനിടയാകരുത്, പിന്മാറിപ്പോകുവാനിടയാകരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ആ കർത്താവിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിഷയങ്ങളുടെ മധ്യത്തിൽ വിടുതൽ തന്നെ മാനിക്കുവാൻ അവൻ സർവശക്തനാണ്. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിൽ അവിടെ ഒരു പ്രാർത്ഥനയെ എലീശ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയെ പറ്റി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ശൂന്യംകാരിത്തിയുടെ മകൻ മരണപ്പെട്ട ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നിശ്ചലമായി പോയി. ഹല്ലേലൂയ. പെട്ടെന്നൊരു മരണം, പെട്ടെന്നൊരു ദുഃഖത്തിന്റെ സാഹചര്യം, പെട്ടെന്ന് കണ്ണുനീരൊഴുക്കുന്ന ഒരു അനുഭവം കടന്നു വന്നപ്പോൾ ശൂന്യംകാരിത്തി പ്രവാചകന്റെ അടുക്കൽ കടന്നു എന്ന് പ്രവാചകനെ വിളിച്ചു തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ ഭവനത്തിൽ ത്തിലേക്ക് എലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ട് താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ചു. ഈ ബാലൻ എപ്രകാരമാണ് കിട്ടിയത്? എലീശ പ്രവാചകന്റെ പ്രാർത്ഥന മുഖാന്തരമാണ് ശൂന്യകാര്യത്തേക്ക് ഈ മകൻ ലഭിക്കുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. എന്താണ് നിന്റെ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ
ചോദിച്ചപ്പോൾ ഞാൻ സ്വജനക്കാരുടെ മധ്യത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഹല്ലേലൂയ ശൂന്യക്കാരത്തി ഒരു നിന്ദിതാവസ്ഥയിലാണ്. ശൂന്യക്കാരത്തിക്ക് ഒരു പൈതലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ പ്രവാചകൻ പറയുകയാണ്, അടുത്ത ആണ്ടിൽ നീ ഒരു മകനെ അണയ്ക്കുമെന്ന് പറയുകയും അപ്രകാരം ഒരു മകൻ അവിടെ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ മരണപ്പെട്ട മകനെയാണ് കാണുവാനിടയായി തീർന്നത്. ഇനി മുന്നോട്ടില്ല, ജീവൻ ഇനി മുന്നോട്ടില്ല. ഹല്ലേലൂയ നിശ്ചലമായി പോയി. ഹല്ലേലൂയ അപ്പോൾ ആ ശൂന്യക്കാരത്തി ഹല്ലേലൂയ അവൾക്കൊരു വിശ്വാസമുണ്ട്. പ്രവാചകൻ പറഞ്ഞ വാക്കിനാൽ ലഭിച്ച മകനാകിയാൽ പ്രവാചകൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അവൻ്റെ ജീവനെ തിരികെ നൽകുവാൻ പ്രവാചകൻ പറഞ്ഞാൽ സംഭവിക്കും എന്നുള്ള വിശ്വാസത്താൽ പ്രവാചകനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും ഹല്ലേലൂയ എലീശ പ്രവാചകന് മകനുമായി മുറിക്കകത്ത് കടന്ന് ഹല്ലേലൂയ ഇരിക്കുന്ന കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ പിന്നെ അവൻ ഹല്ലേലൂയ കയറി ബാലൻ്റെ മേൽ കിടന്നു. തൻ്റെ വായ് ബാലൻ്റെ വായ്മേൽ, തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേൽ, തൻ്റെ ഉള്ളംകൈകൾ അവൻ്റെ ഉള്ളംകൈകൾ മേലും വെച്ച് അവൻ്റെ മേൽ കമണ്ണ് കിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തെ ചൂട് പിടിച്ചു. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവൻ്റെ മേൽ കമണ്ണ് കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണ് തുറന്നു. സ്തോത്രം. ഹല്ലേലൂയ മാതാവിനറിയാം ഹല്ലേലൂയ ദൈവശബ്ദം കേട്ട് ഹല്ലേലൂയ ദൈവശബ്ദത്താൽ എനിക്ക് മകൻ ലഭിച്ചുവെങ്കിൽ ഹല്ലേലൂയ നിശ്ചലമായിരിക്കുന്ന മകൻ്റെ മേൽ ദൈവശബ്ദം ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ ആ മകന് ജീവൻ ഉണ്ടാകുമെന്നുള്ള അവസ്ഥ ഹല്ലേലൂയ മാതാവിന് അറിയാവുന്നത് കൊണ്ടാണ് പ്രവാചകന്റെ അടുക്കൽ പോയി പ്രവാചകനെ വിളിച്ചുകൊണ്ട് വന്നത്. ഹല്ലേലൂയ പ്രവാചകൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ എപ്രകാരം ദൈവിക ഗൈഡൻസ് എലീശ പ്രവാചകന് ലഭിച്ചു, അപ്രകാരം ബാലന്റെ മുകളിൽ കയറി കിടന്നപ്പോൾ ദേഹത്തിന് ചൂട് വന്നു. അനിശ്ചലമായ ശരീരത്തിൽ ജീവൻ ഉണ്ടാകുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നിശ്ചലമാണ്. ഹല്ലേലൂയ പ്രശ്നം അതിഗുരുതരമാണ്. മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ തയ്യാറാകുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ എപ്രകാരമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ അരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നാം പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ വിഷയങ്ങളിൽ മറുപടി ലഭിക്കും. ഇന്ന് വരെ മറുപടി ലഭിക്കാതെ വണ്ണം നിശ്ചയമായിരിക്കുന്ന വിഷയമാണോ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്? ഹല്ലേലൂയ ആ വിഷയത്തിന് മറുപടി ലഭിക്കണമോ? ഇവിടെ വചനം പറയുന്നത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം കാണും. നമ്മുടെ പിതാവ് രഹസ്യത്തിൽ കാണുന്ന പിതാവാണ്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് അല്ലെങ്കിൽ പരസ്യത്തിൽ ഒരു പ്രതിഫലം തരുമ്പോൾ നാം രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാനായി തയ്യാറാകണം. അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ മറ്റുള്ളവരെ കാണിക്കുവാനായി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ മറ്റുള്ളവർ കണ്ട് അവർ ചില കമൻറ്റുകൾ പറഞ്ഞ് അതിനവിടെ പ്രതിഫലം ലഭിച്ചെന്നിരിക്കും. ഇത് നല്ല പ്രാർത്ഥനയാണ്, നല്ല എന്തൊരു പ്രാർത്ഥന, ഇപ്രകാരമുള്ള പ്രാർത്ഥന എന്ന പലതും പറഞ്ഞുകൊണ്ട് നമുക്കൊരു ആശ്വാസമായി സമാധാനമായി അവിടെ തീരുമ്പോൾ പ്രതിഫലം അങ്ങനെയാണ് ലഭിക്കുന്നത്. എന്നാൽ നാമും ദൈവമായുള്ള ബന്ധത്തിലേക്ക് അടുത്തു വന്നുകൊണ്ട് ഹല്ലേലൂയ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ രഹസ്യത്തിൽ ഹല്ലേലൂയ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. ആ പ്രതിഫലം പരസ്യമായി ലഭിക്കത്തക്ക നിലയിൽ ഇന്ന് വരെ നിശ്ചലമായി കിടന്ന വിഷയങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യും ഈ വിഷയത്തിൻ്റെ മധ്യത്തിൽ? എങ്ങനെയാണ് ഈ വിഷയത്തിനൊരു വിടുതലുണ്ടാകുന്നത് എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ രീതിക്കൊരു മാറ്റം വരുത്തിക്കൊണ്ട് നാമും നമ്മുടെ അപ്പനുമായുള്ള ബന്ധത്തെ ഒന്ന് പുതുക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ നാമും
നമ്മുടെ അപ്പനുമായുള്ള ബന്ധത്തെ പുതുക്കിക്കൊണ്ട് അപ്പനോട് നാം സംസാരിക്കുവാൻ തയ്യാറാകണം. അപ്പനോട് സംസാരിക്കുന്നത് മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ അല്ല. ഹല്ലേലൂയ. അപ്പനോട് സംസാരിക്കേണ്ട മണ്ണ് നാം സംസാരിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ഡിലേ ചെയ്യുകയില്ല. ഹല്ലേലൂയ നീക്കി വെക്കുകയില്ല. അല്പം കഴിഞ്ഞ് അല്ലെങ്കിൽ അല്പ ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ മുന്നോട്ട് പോകുക എന്ന് പറയാതെ വണ്ണം അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലഭിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം വ്യവസ്ഥ പ്രകാരം ദൈവവചന പ്രകാരം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നു. അതാണ് ഹല്ലേലൂയ. ആദ്യം ദാനിയേലിന്റെ പ്രാർത്ഥനയെ കണ്ടു. ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിച്ചു. എന്നാൽ ദാനിയേലിന് ആ വിഷയത്തിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും അവിടെ ഹല്ലേലൂയ ആ വിഷയത്തിലൂടെ കടന്നുപോയി. സിംഹങ്ങളുടെ ഗുഹയിലൂടെ കടന്നുപോയി. എന്നാൽ സിംഹം ദാനിയേലിന് കേടുവരുത്താതെ വണ്ണ അല്ലെങ്കിൽ ദാനിയേൽ പുറത്തു വരികയും ആ രാജ്യത്തുള്ള സകലര് ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചാൽ സിംഹത്തിന്റെ വായ അടയും. സിംഹം നിശ്ചലമായി നിൽക്കുക. സിംഹത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് അവിടെ മനസ്സിലാക്കുവാനിടയായി തീർന്നു ഒരു ദേശം മുഴുവനും. സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ഹല്ലേലൂയ വിരോധമായി നിൽക്കുമ്പോൾ എവിടെയാണ് നമുക്ക് ഹല്ലേലൂയ പ്രതികൂലമായി നിൽക്കുന്നത്? പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്ക് പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുമ്പോൾ അനേകർ അത് അറിയത്തക്ക നിലയിലുള്ള മറുപടിയായിരിക്കും. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ നോക്കുമ്പോൾ ശുനേംകാരിയുടെ മകൻ മരിച്ചുപോയി. ഹല്ലേലൂയ. എലീശ പ്രവാചകന് ദൈവം കൊടുത്ത അരുളപ്പാടിനനുസരിച്ച് ആ മകന്റെ മേൽ കയറി കിടന്നുകൊണ്ട് അല്ലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ ആ മകന്റെ ആ പൈതലിന്റെ ഹല്ലേലൂയ ദേഹത്തിന് ചൂട് പിടിക്കുകയും 7 പ്രാവശ്യം തുമ്മുകയും അവൻ കണ്ണു തുറക്കുകയും അവന്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോയ പ്രാണൻ മടങ്ങി അവന്റെ ശരീരത്തിലേക്ക് വരികയും ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുവാൻ ഏലിയാവിനെ പറ്റി പറയുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ മഴ നിന്നു. പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ഹല്ലേലൂയ നമ്മെ പോലെ സമസ്വഭാവമുള്ള സുഖവും ദുഃഖവും അനുഭവിക്കുന്ന നാം എപ്രകാരമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് അതുപോലെ ജീവിച്ച വ്യക്തികളാണ് ഈ വ്യക്തികളും. എന്നാൽ അവർ ഹല്ലേലൂയ ദൈവത്തോട് അധികമായി ആഴത്തിലുള്ള ഒരു ബന്ധത്തിൽ നിന്നതിനാൽ അല്ല അവർ ദൈവശബ്ദം കേൾക്കുന്നവര്, ദൈവശബ്ദം പ്രമാണിക്കുന്നവര്, ദൈവശബ്ദം ഹല്ലേലൂയ മറ്റുള്ളവരോട് കൈമാറുന്നവരുമായിരുന്നതിനാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമോ? നാം ദൈവശബ്ദം കേൾക്കുന്നവരാകണം, ദൈവശബ്ദം പ്രമാണിക്കുന്നവരാകണം, ദൈവശബ്ദം കൈമാറുന്നവരാകണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യുക. അത് വിഷയം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, വലിയ വിഷയമാകട്ടെ, ചെറിയ വിഷയമാകട്ടെ, വലിയ കടഭാരമാകട്ടെ, ചെറിയ ബാധ്യതകളാകട്ടെ, അല്ലെങ്കിൽ രോഗം വലിയ രോഗമാകട്ടെ, ചെറിയ പനിയാകട്ടെ, എന്ത് തന്നെ ആയാലും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ആന്തരിക അവയവങ്ങൾ, കിഡ്നി, ഹല്ലേലൂയ ഹാർട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ ദൈവം റിപ്പയർ ചെയ്യുന്ന ദൈവമല്ല, ദൈവം പുതുതായി സൃഷ്ടിക്കുന്ന ദൈവമാണ്. നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ രോഗത്തിൽ നിന്ന് വിടുതൽ തന്ന് മാനിക്കുവാൻ ദൈവത്തിന് കഴിവുള്ള ദൈവമാണ്. സ്തോത്രം. യെശയ്യാ പ്രവചനം 38 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ ഒരു രാജാവ് ഹല്ലേലൂയ ദീനമായി കിടക്കുന്നതിനെ പറ്റി നമുക്ക് കാണുവാൻ കഴിയും. അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ച് ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും, സൗഖ്യമാകിയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, യെശയ്യാ പ്രവാചകനിലൂടെ അരുളപ്പാട് ലഭിക്കുകയാണ്. ഹിസ്കിയാവിനെ നീ മരിച്ചു പോകും, അതുകൊണ്ട് നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനുണ്ടോ ആ കാര്യങ്ങളെ നീ ക്രമത്തിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ. മരിക്കുന്നതിന് മുൻപിട്ട് എന്തൊക്കെയാണ് ചെയ്ത് തീർക്കുവാനുള്ളത് അതെല്ലാം ചെയ്തു തീർക്കുക എന്ന് പ്രവാചകനായ യെശയ്യാവിലൂടെ ഹല്ലേലൂയ അരുളപ്പാട് ലഭിച്ചപ്പോൾ ഹല്ലേലൂയ രാജാവ് എന്താണ് ചെയ്തത്? ഹല്ലേലൂയ അവൻ ക്രമപ്പെടുത്തുകയാണ് അല്ല ചെയ്തത്. അപ്പോൾ ഈ ഒരു അരുളപ്പാട് രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. എപ്രകാരം യെശയ്യാ പ്രവാചകന്റെ അരുളപ്പാട് ഹിസ്കിയാവിൻ്റെ
അവൻ്റെ അടുത്ത് കടന്നു വന്നു. ആ നിമിഷം തന്നെ തൻ്റെ മുഖം താൻ കിടന്ന ചുവരിന് നേരെ തിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. എന്താണ് പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹല്ലേലൂയ. ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, ചെയ്യേണ്ടത് ചെയ്തു കൊള്ളുക, നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ കരയുവാൻ തയ്യാറായി തീർന്നു. എന്നെ ഒന്ന് ഓർക്കണമേ, ഞാൻ എന്തെല്ലാമാണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, അങ്ങയ്ക്ക് പ്രസാദമുള്ളതാണ് ചെയ്തത്. ഹല്ലേലൂയ. അങ്ങയ്ക്ക് വിരോധമായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എണ്ണി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ഏറ്റവും അധികം കരയുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രവാചകനാൽ അവിടെ സന്ദേശം ലഭിച്ചിരിക്കുകയാണ്, നീ മരിച്ചു പോകുമെന്ന്. ദൈവം പ്രവാചകനോട് പറഞ്ഞാൽ അത് നിറവേറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രവാചകനോട് പറഞ്ഞതേ നീ മരിച്ചു പോകും, അതുകൊണ്ട് ക്രമപ്പെടുത്തുവാനുള്ളത് ക്രമപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ഹല്ലേലൂയ കരയുവാൻ തയ്യാറായപ്പോൾ എന്നെ ഓർക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഏറ്റവും അധികം കരയുവാൻ തയ്യാറായപ്പോൾ ഹല്ലേലൂയ ദൈവം പറഞ്ഞതായ ആ അരുളപ്പാടിനെ തിരുത്തുവാനിടയായി തീർന്നു. എന്താണ്? എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത് നിന്റെ ദൈവമായ ദാവീദിന്റെ ദൈവമായ നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. സ്തോത്രം. ഹല്ലേലൂയ. ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, മരിക്കുമെന്നുള്ള അരുളപ്പാട് പറഞ്ഞതിന് ശേഷം ഹല്ലേലൂയ താൻ തൻ്റെതായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി, ഏറ്റവും അധികം കരയുവാൻ തയ്യാറായപ്പോൾ ഹല്ലേലൂയ കരച്ചിലിനെ കണ്ണുനീരിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടു. കരയുവാൻ തയ്യാറാകുമ്പോൾ കണ്ണുനീരിനെ കാണുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കളുടെ ഹല്ലേലൂയ പറ്റി നാം നോക്കുമ്പോൾ അവർ അടിമത്തത്തിൽ മിസ്രയീമിലായിരുന്നപ്പോൾ അവർ കരയുവാൻ തയ്യാറായപ്പോൾ അവരുടെ കണ്ണുനീർ കണ്ടു. ഹല്ലേലൂയ അവരുടെ പ്രാർത്ഥന കേട്ടു, നിലവിളി കേട്ടു. ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ സകല കഷ്ടതകളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയെങ്കിൽ കരയുവാൻ നാം തയ്യാറാകുമ്പോൾ, വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ വിഷയങ്ങളെ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ ഉപരിയായി നാമും ദൈവമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്ന് ഒന്ന് കരയുവാൻ തയ്യാറാകുമോ? നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ദൈവം സർവശക്തനാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കണ്ണുനീർ കാണുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു രാജാവ് കരഞ്ഞപ്പോൾ ഹല്ലേലൂയ പ്രവാചകൻ വന്ന് പ്രവാചകന് പിന്നെയും ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. പോയ പ്രവാചകൻ തിരികെ മടങ്ങി വന്നിട്ട് ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ വലിയ പ്രശ്നമായാലും ഹല്ലേലൂയ അതിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ കരയുവാൻ തയ്യാറാകുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കണ്ണുനീർ കാണുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് പ്രിയമുള്ളവരെ, നാം ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ഇതുവരെ ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നാം മറ്റുള്ളവരോട് പറഞ്ഞു കാണും. എന്നാൽ മറ്റുള്ളവരോട് പറഞ്ഞതിനേക്കാൾ ഉപരിയായി നാം സ്വയമായി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവമായുള്ള ബന്ധത്തിലേക്കൊന്ന് കടന്നു വരുവാൻ നാം തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ അവിടെ ഡയറക്റ്റ് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നമ്മുടെ കരങ്ങളിൽ തന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവമെന്ന് പറയത്തക്ക നിലയിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. സ്തോത്രം. ഹല്ലേലൂയ. ആയുസ്സിനോട് മരിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയോട് പറയുകയാണ്, നീ 15 വർഷം കൂടെ ജീവിച്ചിരിക്കും. അത് മാത്രമല്ല, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഞാൻ ഈ നഗരത്തെ കാത്ത് രക്ഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു അശൂർ രാജാവ് ശത്രുവായി നിന്നുകൊണ്ട് ആക്രമിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവജനത്തെ നിന്ദിക്കുമ്പോൾ ഹല്ലേലൂയ പറയുകയാണ്, നിന്നെയും ഈ നഗരത്തെയും രക്ഷിക്കും, കാത്ത് രക്ഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം.
സ്തോത്രം. ഹല്ലേലൂയ. അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. ശത്രു പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ശത്രു നിങ്ങൾക്കെതിരായി വിരോധമായി പദ്ധതികൾ ഒരുക്കിയേക്കാം. അല്ലെ, എന്നാൽ ശത്രു എഴുതുന്ന പദ്ധതികളെ തകർത്തുകൊണ്ട് ശത്രു ഹല്ലേലൂയ എവിടെയാണ് നാശമൊരുക്കുന്നത്, ശത്രു എവിടെയാണ് ഹല്ലേലൂയ വിരോധമായി നിൽക്കുന്നത്, ആ വിരോധത്തെ തകർത്തുകൊണ്ട് രക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവാണ്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്ത് രക്ഷിക്കും. ഹല്ലേലൂയ. ഒരു രാജാവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ 15 സംവത്സരം കൂട്ടിക്കൊടുത്തതോടുകൂടി ഹല്ലേലൂയ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അതോടൊപ്പം തന്നെ തൻ്റെ നഗരത്തെയും രക്ഷിക്കുമെന്ന് ഹല്ലേലൂയ അവിടെ കാണുവാനിടയാകുന്നു. സ്തോത്രം. പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആയുസ് നീട്ടിക്കൊടുത്തതോടൊപ്പം തന്നെ ഹല്ലേലൂയ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നഗരത്തെ കാത്തു രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഒരരുളപ്പാടുണ്ടാകുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 3 വിഷയത്തിനാണ് ഉത്തരം അവിടെ ലഭിക്കുവാനിടയായി തീർന്നത്. ആയുസ് നീട്ടിക്കൊടുത്തു, അതോടൊപ്പം തന്നെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ ശത്രുവിൻ്റെ കയ്യിൽ നിന്നുള്ള വിടുതൽ അവിടെ കാണുവാനിടയായി തീർന്നു. കേവലം വ്യക്തിക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, ആ നഗരത്തെ കാത്തു രക്ഷിക്കും എന്നുള്ള അരുളപ്പാടുണ്ടായി. നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മെയും നമുക്കുള്ളതിനെയും നാം പാർക്കുന്ന ദേശത്തെയും രക്ഷിക്കുവാനും വിടുവിക്കുവാനും ശക്തനാണ്. ഹല്ലേലൂയ. ആയുസ്സിന് വിരോധമായി വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപകടങ്ങൾ, അനർത്ഥങ്ങൾ കൊണ്ടുവന്ന് തകർത്തു കളയുവാനായി ശത്രു പദ്ധതികളും പ്ലാനുകളും ഇടുമ്പോൾ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ വരുന്ന അപകടത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും വിടുവിക്കുവാൻ, രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ, കണ്ണുനീരൊഴുക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ, സന്തോഷത്താൽ നിറയ്ക്കുവാൻ കഴിവുള്ള ശക്തനായ കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ കേവലം നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഒരു വിടുതൽ ഉണ്ടാകത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ പരസ്യത്തിലുള്ള പ്രതിഫലത്തെ നൽകി മാനിക്കുവാനിടയായി തീരുക. ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഹിസ്കിയാവും ദൈവവുമായിട്ടാണ് ആ പ്രാർത്ഥന പോയത്. വേറെ ഒരു വ്യക്തി അറിഞ്ഞില്ല. അപ്പോൾ അരുളപ്പാട് യെശയ്യാ പ്രവാചകനിൽ കടന്നു വരികയാണ്, നീ ചെന്ന് പറയുക എന്ന് പറഞ്ഞ്. സ്തോത്രം. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അത് ഹല്ലേലൂയ ഏത് വിഷയം, നിശ്ചലമെന്ന് പറയുന്ന വിഷയമാകട്ടെ, രോഗമെന്ന് പറയുന്ന വിഷയമാകട്ടെ, മരണമെന്ന് പറയുന്ന വിഷയമാകട്ടെ, ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാഹചര്യമില്ല എന്ന് പറയുന്ന വിഷയമാകട്ടെ, എത്ര വലിയ വിഷയമാകട്ടെ പ്രിയമുള്ളവരെ, കുടുംബത്തിൻ്റെ അകത്തെ വിഷയമാകാം, പുറത്തെ വിഷയമാകാം, ഏത് വിഷയമാകിയാലും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായും ഹല്ലേലൂയ കണ്ണുനീർ കാണുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉത്തരം നൽകും. ഹല്ലേലൂയ. ഉത്തരം നൽകുമ്പോൾ ഹല്ലേലൂയ അത് മറ്റുള്ളവർ കാണത്തക്ക നിലയിൽ, മറ്റുള്ളവർ അറിയത്തക്ക നിലയിൽ, മറ്റുള്ളവർക്ക് അതിശയം തോന്നത്തക്ക നിലയിൽ ഇപ്രകാരം എങ്ങനെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ചോദിക്കത്തക്ക നിലയുള്ള ഒരു ഉത്തരത്തെ നൽകിക്കൊണ്ട് മാനിക്കുവാനവൻ സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ വിധിയെ ഹല്ലേലൂയ പല വിധിയെഴുത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ വിധിയെഴുത്തുകളെ തിരുത്തിക്കൊണ്ട് മാനിക്കുവാൻ ദൈവം സർവശക്തനാണ്. യബ്ബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ പ്രകാരമായിരുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ യബ്ബേസിനെ പറ്റി പറയുമ്പോൾ യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാകുവാൻ കാരണമെന്ത്? അവൻ്റെ അമ്മ ഞാൻ അവനെ വസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന പേരിട്ടു. യബ്ബേസ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ വ്യസനപുത്രനാണ്. എന്നും ദുഃഖിച്ചിരിക്കണം, എന്നും കണ്ണുനീരൊഴുക്കണം, എന്നും കഷ്ടതയിലൂടെ നടക്കണം. ഹല്ലേലൂയ. അവസ്ഥയ്ക്കൊരു മാറ്റവും ഉണ്ടാകില്ല. എത്ര വളർന്നാലും എത്ര വലുതായാലും ഹല്ലേലൂയ വ്യസനമായി തീരും. ജീവിതം വ്യസനത്തിലാണ്. വ്യസനത്തിൽ നിന്നൊരു ഹല്ലേലൂയ സന്തോഷത്തിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല എന്ന നിലയിൽ അമ്മയുടെ ഒരു ശാപം അവിടെ കിടക്കുമ്പോൾ ഹല്ലേലൂയ
എബേസ് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. എന്താണ് എബേസ് പ്രാർത്ഥിച്ചത്? ഇപ്രകാരമാണ്: ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയെ നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകരമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. സ്തോത്രം. എബേസ് പ്രാർത്ഥിച്ചപ്പോൾ എബേസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകിയപ്പോൾ അവൻ സഹോദരന്മാരുടെ മധ്യത്തിൽ മാന്യനായി തീരുവാനിടയായി. സ്തോത്രം. അമ്മയുടെ ശാപം, വ്യസനപുത്രൻ എന്ന ശാപം അവിടെ കിടക്കുമ്പോൾ ആ ശാപം മാറുവാൻ, സഹോദരന്മാരുടെ മധ്യത്തിൽ നിന്നതിനായി കിടക്കുമ്പോൾ ആ നിന്ന മാറുവാനായിട്ട് ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: നിശ്ചയമായി എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം ഇപ്രകാരം: എൻ്റെ കർത്താവേ, എന്നെ നിശ്ചയമായി ഒന്ന് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഏതെല്ലാം മേഖലകളിൽ ഹല്ലേലൂയ അനുഗ്രഹം അനുഭവിപ്പാൻ കഴിയാതെ കിടക്കുന്നു, ആ മേഖലകളിൽ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് നാമം പ്രാർത്ഥിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, പറയുകയെ എൻ്റെ അതിരിനെ ഒന്ന് വിസ്താരമാക്കണം. ഇന്ന് ഞാൻ നിന്നെ അനുഭവിക്കുന്നവനാണ്, വ്യസനത്തിൻ്റെ അനുഭവമാണ്, സന്തോഷം അനുഭവിപ്പാൻ കഴിയാതെ വണ്ണം അല്ലെങ്കിൽ അനവധി വിഷയങ്ങൾ ഞെരുക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ ജീവിതം. എൻ്റെ അതിരിനെ ഒന്ന് വിസ്താരമാക്കണം. ഈ വ്യസനമെന്ന അതിരിനെ ഒന്ന് മാറ്റിക്കൊണ്ട് സന്തോഷമെന്ന അതിരിനെ വിസ്താരമായി തീരേണ്ടതിനെ എൻ്റെ അതിരിനെ ഒന്ന് വിസ്താരമാക്കണമേ. ഹല്ലേലൂയ. അതിനുശേഷം എന്താണ് പറയുന്നത്? നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്, ഹല്ലേലൂയ, എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്ന ആ കൈ എന്നോട് കൂടെ ഇരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതവണ്ണം? എപ്പോഴാണ് ജീവിതത്തിൽ അനർത്ഥം കടന്നു വരുന്നത് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. എന്നാൽ അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ ഇരിക്കണമോ? ദൈവത്തിൻ്റെ കരം നമ്മെ താങ്ങുന്ന കരമായി നമ്മോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നത്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, നിന്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിന്റെ വലം കൈ താങ്ങുന്ന കൈയാകുമ്പോൾ അനർത്ഥം വ്യസനത്തിന് കാരണമാകില്ല. ദൈവത്തിന്റെ കരം ഹല്ലേലൂയ പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം താങ്ങുന്ന കരമായി, അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുന്ന കരമായി, വ്യസനത്തിന് കണ്ണുനീരൊഴുക്കുവാൻ ഇടയാകാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു കരമാണ് ദൈവത്തിൻ്റെ കരം. ആ കരം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അനർത്ഥം വ്യസനമാകയില്ല. ഇത് എബേസ് നന്നായി അറിഞ്ഞുകൊണ്ടാണ് എബേസ് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ താൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് നൽകി. അതിൻ്റെ പരിസരമാണ് ഹല്ലേലൂയ തൻ്റെ സഹോദരന്മാരെക്കാൾ അധികം മാന്യനായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നും ഇവനൊരു വസനപുത്രനാണ്, ഇവനൊരു വസനപുത്രനാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുടെ മധ്യത്തിൽ മാന്യത ഉണ്ടാകുവാൻ എബേസിന് കാരണമായി തീർന്നത് തൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ, ഇന്ന് നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നാം ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ ആ സാഹചര്യത്തിൽ നിന്ന് വിടുതൽ തന്ന് മാനിക്കുവാൻ ദൈവം സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നും ദുഃഖത്തിൻ്റെതായ അനുഭവമാണോ? എന്നും കഷ്ടത്തിൻ്റെതായ അനുഭവമാണോ? ഒന്ന് സന്തോഷിക്കുവാൻ കഴിയാത്ത അനുഭവമാണോ? പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. നിങ്ങളുടെ ഹല്ലേലൂയ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുവാൻ, ഹല്ലേലൂയ നിങ്ങളുടെ വസനത്തെ സന്തോഷമാക്കി തീർക്കുവാൻ, നിങ്ങളുടെ ഇല്ലായ്മയെ ഉള്ളതാക്കി എല്ലാം ഉള്ളതിനെ പോലെ ആക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ നാം നമ്മെ തന്നെ ഒന്ന് ഒരുക്കിക്കൊണ്ട് ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുവാനായി, കണ്ണുനീരൊഴുക്കുവാനായി, ദൈവസന്നിധാനത്തിൽ ഇടിവിൽ നിൽക്കുവാനായി തയ്യാറാകുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീരും. അത് മറ്റുള്ളവർ കാണുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർ കാണത്തക്ക നിലയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിനെ മറ്റുള്ളവർ കണ്ടെന്നിരിക്കത്തില്ല, നാം പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർ അറിഞ്ഞെന്നിരിക്കത്തില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, സ്തോത്ര, ഹല്ലേലൂയ, നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്ര. അല്ലെ, ദൈവപ്രവൃത്തി വെളിപ്പെടുമോ ഇന്ന്? ഹല്ലേലൂയ. എൻ്റെ ജീവിതം എന്ത് ഇപ്രകാരം, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഈ കഷ്ടം, ഹല്ലേലൂയ ഈ ഞെരുക്കമെന്ത്, വിട്ടുമാറാത്ത ഒന്നിനുമീതെ ഒന്നായി പ്രശ്നങ്ങൾ കടന്നു വരുന്ന, ഇതിനൊരു പരിഹാരമില്ല, വിട്ടുമാറുന്നില്ല, ഇങ്ങനെയുള്ള
ചോദ്യങ്ങളുമായാണോ ആയിരിക്കുന്നത്? ഉത്തരം ഒന്നേ ഉള്ളൂ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി സ്വയമായി നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, നിലവിളിയെ കേൾക്കുന്ന ദൈവം, ഉത്തരമായി നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ബൈബിളിൽ എത്രയോ തുടക്കം മുതൽ അവസാനം വരെ നോക്കുകയാണെങ്കിൽ അനവധി ആൾക്കാർ പ്രാർത്ഥിക്കുകയും ഉത്തരം ലഭിക്കുകയും ചെയ്തത് നാം വായിക്കുന്ന ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം തരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, ഹിസ്കിയാവ് കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, വസനപുത്രൻ എന്ന് പേരെഴുതിയ എബേസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ നാമം തയ്യാറാകുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് അറയിൽ കയറി വാതിലടച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, കേൾക്കുന്നതും രഹസ്യത്തിലാണ്. പ്രതിഫലം തരുമ്പോൾ, ഹല്ലേലൂയ, മറ്റുള്ളവർ അറിയത്തക്ക നിലയിൽ ഈ രോഗത്തിൽ നിന്ന് എപ്രകാരം വിടുതലുണ്ടായി, ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറയത്തക്ക നിലയിൽ, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വൈകിയ സമയത്ത് കർത്തൃപാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗമേ അങ്ങ് തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. കർത്താവേ, വചനം കേട്ട ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. നാനാവിധത്തിലുള്ള വിഷയങ്ങളുമായി അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഈ മക്കളോടങ്ങ് മനസ്സലിയുമാറാകണം. ഇവരുടെ വിഷയങ്ങൾ വിടുതൽ നൽകുമാറാകണം. ഇവർ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥിക്കുന്നവരായി തീരത്തക്ക നിലയിൽ ഇവരെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ വിഷയങ്ങളിൽ വിടുതലുകളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മാനസികമായി തകർന്നിരിക്കുന്നവർ സമാധാനത്താൽ നിറയട്ടെ. ഹല്ലേലൂയ. ഭൗതിക വിഷയത്തിൽ ബുദ്ധിമുട്ടിലും ഭാരത്തിലും ആയിരിക്കുന്നവർ, ഹല്ലേലൂയ, ബുദ്ധിമുട്ടുകൾ ഭാരങ്ങളൊക്കെയും നീങ്ങട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആത്മീയ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദിവസങ്ങൾ മുന്നേറുവാൻ സ്വർഗമേ അങ്ങ് കൃപ ചെയ്യുമാറാകണമേ. ശത്രു അടച്ചതൊക്കെയും യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ, വാതിലുകൾ തുറന്നു വരട്ടെ. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്രകാരം ചെയ്തിരിക്കാതെ സ്തുതിക്കുന്നു. അഭിഷിക്ത കർത്തൃദാസി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സമ്പൂർണ്ണ വിടുതലോടെ ദിവസങ്ങൾ മുന്നേറുവാൻ കൃപ ചെയ്യുമാറാകണം. കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരെ അവിടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയനെ അവിടുത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനം ഓരോരുത്തരുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ വരുത്തക്ക നിലയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി കാരണമായി തീരണം. പ്രാർത്ഥന ഇട്ടിരിക്കാതെ സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമുക്കും പ്രാർത്ഥനയിൽ മുന്നേറാം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ പ്രാർത്ഥന ദൈവം കേൾക്കുകയും, ഹല്ലേലൂയ, അവസ്ഥയ്ക്ക് മാറ്റം തരികയും, ഹല്ലേലൂയ, ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും, ഹല്ലേലൂയ, നമ്മെയും നമ്മുടെ ദേശത്തെയും സൂക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവാകിയാൽ പ്രാർത്ഥനയിൽ നാം, ഹല്ലേലൂയ, ശക്തിയോടെ മുന്നേറുക. ദൈവം ധാരാളമായി പ്രതിഫലങ്ങളെ നൽകുക. ആ പ്രതിഫലത്തെ പ്രാപിച്ച് സന്തോഷിക്കത്തക്ക നിലയിൽ, ഇന്ന് ദുഃഖമായിരിക്കാം, കണ്ണുനീരായിരിക്കാം, എന്നാൽ സന്തോഷിക്കത്തക്ക നിലയിലേക്ക് ദൈവം മാറ്റം വരുത്തും. അതിനായി ദൈവം എവരെയും സഹായിക്കട്ടെ. ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.